ഹായ് സ്റ്റുഡൻസ്, കുസാറ്റിന്റെ MCA എൻട്രൻസിന്റെ ക്രാഷ് കോഴ്സിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിന്റെ കൂടെ അതാത് ടോപ്പിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ശ്രദ്ധിച്ചിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാ പറയുന്നത്: ഹാഫ് ഇന്റർവൽ മെത്തേഡ് ഇൻ ന്യൂമറിക്കൽ അനാലിസിസ് ഈസ് ഓൾസോ നോൺ ആസ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. 4 ഓപ്ഷൻസ് എന്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ന്യൂമറിക്കൽ അനാലിസിസിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത്, ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷന്റെ സീറോസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. സീറോസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നാൽ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ എക്സിന്റെ ഏത് വാല്യൂ കൊടുക്കുമ്പോൾ y വാല്യൂ സീറോ ആവുന്നതെന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ ശരിക്കും ആ ഫംഗ്ഷന്റെ പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിലോ ഏത് ഫംഗ്ഷൻ ആണെങ്കിലും എന്ത് ചെയ്യാണ്, ആ ഫംഗ്ഷൻ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ പോയിന്റിന് എന്താ പ്രത്യേകത? എക്സിന്റെ വാല്യൂ ഉണ്ടാവും, y വാല്യൂ എന്താണ്, സീറോ ആണ്. അപ്പൊ ഈ എക്സിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ എന്തായിരിക്കും, ഈ ഫംഗ്ഷന്റെ y വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, സീറോ. അപ്പൊ എക്സ് ആക്സിൽ ടച്ച് ചെയ്യുന്ന വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹാഫ് ഇന്റർവൽ മെത്തേഡ് എന്ന് പറയുന്നത് ആർക്കാണ് ആ പേര് കൊടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മള് ആദ്യം നമുക്ക് എടുക്കാം ബൈസെക്ഷൻ മെത്തേഡ്. ബൈസെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യാൻ വേണ്ടിയിട്ട് ആ മെത്തേഡ് നമുക്ക് അറിയണം. മെത്തേഡ് പ്രോബ്ലം ചെയ്യാനല്ല, എന്ത് ചെയ്യണം, അതിന്റെ ഒരു കൺസെപ്റ്റ് അറിയണം. അപ്പൊ ആ കൺസെപ്റ്റിൽ നമ്മൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് നമ്മൾ രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കുക. എയും ബി എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കും. എ എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എ എന്ന് പറയുന്ന വാല്യൂ, എഫ് ഓഫ് ബി എന്ന് പറയുന്ന വാല്യൂ എന്താണ്, ഫ്രണ്ട് സൈൻ ആയിരിക്കണം. അതായത് എഫ് ഓഫ് എയുടെ വാല്യൂ, ഇപ്പോൾ എ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ വാല്യൂ എന്താണ്, പോസിറ്റീവ് ആണെങ്കിൽ എയുടെ ഫംഗ്ഷൻ വാല്യൂ എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. എഫ് ഓഫ് എയുടെ ഫംഗ്ഷൻ വാല്യൂ നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കറിയാം ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇത് എന്ന് ബിയിലേക്ക് പോകുന്ന സമയത്ത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എഫ് ഓഫ് എയുടെ വാല്യൂ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ത് ചെയ്യണം, കുറഞ്ഞ് അല്ലെങ്കിൽ നെഗറ്റീവിലുള്ളതെങ്കിൽ കൂടി വന്നിട്ട് എന്ത് ചെയ്യണം, എന്നാലും മാത്രമേ അതിന് അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. അപ്പൊ ഈ ഇന്റർവെലിന്റെ ഇടയിൽ എന്ത് ചെയ്യും, വാല്യൂ വരും. ഇതിന്റെ ഇടയിലായിരിക്കും എന്തുണ്ടാവും, ആ ഫംഗ്ഷന്റെ സീറോ വരിക എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ ആ മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും, അതിന്റെ മിഡ് വാല്യൂ എടുക്കും. അതായത് എയും ബിയും എടുത്തിട്ട് അതിന്റെ മിഡ് പോയിന്റ് എടുക്കും, അതിന്റെ ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് വീണ്ടും എന്ത് നോക്കും, എഫ് ഓഫ് എക്സിന്റെ എന്താണ് സൈന് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. ഈ 3 വാല്യൂസ് എടുക്കും, ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. പുതിയ ഒരാളെയും കൂടി കിട്ടിയിട്ടുണ്ട്, അതിന്റെ ഫംഗ്ഷൻ വാല്യൂ കൂടി കണ്ടുപിടിച്ച് നോക്കും. കണ്ടുപിടിക്കുമ്പോൾ അതിൽ ഏതിനാണ് ഫംഗ്ഷൻ വാല്യൂ, അപ്പൊ ഈ 3 എടുക്കുന്ന സമയത്ത് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. കാരണം ഇവിടെ രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ ഇത് എടുക്കുന്ന സമയത്ത് ഇത് ചിലപ്പോൾ എന്താവാ, ഇതിന്റെ ഫംഗ്ഷൻ വാല്യൂ പോസിറ്റീവാ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ നെഗറ്റീവാ. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ഇത് രണ്ടും നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും, വീണ്ടും ഇന്റർവെലിനെ എന്ത് ചെയ്യും, ചുരുക്കി കൊണ്ടുവരും. അതായത് ഇന്റർവെലിനെ ഹാഫ് ആക്കി കൊണ്ടുവന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സീറോസിന്റെ അടുത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, അപ്രോച്ച് ചെയ്യും. അപ്പൊ ഹാഫ് ഇന്റർവൽ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ആരെയാണ് പറയുന്നത്, ബൈസെക്ഷൻ മെത്തേഡിനെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ആ ഓപ്ഷൻ മാത്രം, ആ ആൻസർ മാത്രം ചെയ്തു പോയാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അഥവാ ചോദിച്ചാൽ നമുക്ക് കിട്ടൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ തൊട്ടടുത്ത ഓപ്ഷൻ ആണ് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് ആണ്. ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ എഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു വാല്യൂ എന്ത് ചെയ്യും, ആർബിട്രറി ആയിട്ട് ഒരു വാല്യൂ ചൂസ് ചെയ്യും. എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു വാല്യൂ ചൂസ് ചെയ്യും. ആ എക്സ് നോട്ടിന്റെ എഫ് ഓഫ് എക്സ് നോട്ട് കണ്ടുപിടിക്കും. ആ എഫ് ഓഫ് എക്സ് നോട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് എക്സ് നോട്ട് എങ്കിൽ അതിന്റെ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും, എഫ് ഓഫ് എക്സ് നോട്ട്. ഇനി നമ്മൾ അതിലൂടെ പാസ് ചെയ്തു പോകുന്ന, അതിനൊരു ഫോർമുല ഉണ്ട്, അതിലൂടെ പാസ് ചെയ്തു പോകുന്ന ടാൻജന്റിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ടാൻജന്റ് എന്ത് ചെയ്യുന്നു, ടച്ച് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ അടുത്ത പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു എക്സ് വൺ. അതിന്റെ എന്ത് ചെയ്യും, ഫംഗ്ഷൻ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു, എഫ് ഓഫ് എക്സ് വൺ എന്ന് കണ്ടുപിടിക്കുന്നു. ആ എഫ് ഓഫ് എക്സ് വണ്ണിലൂടെ പാസ് ചെയ്തു പോകുന്ന ടാൻജന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു, അത് ടച്ച് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കുന്നു. ഇതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് പറയാറുണ്ട്, ടാൻജന്റ് മെത്തേഡ് എന്നും പറയാറുണ്ട്. നമുക്ക് സോൾവ് ചെയ്യാനെന്ന് പറയണ്ട, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അറിഞ്ഞാൽ മതി. ഇനി അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, റെഗുലർ ഫാൾസി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ എന്ത് ചെയ്യും, എയും ബിയും ഡിഫറെന്റ് സൈൻ വരുന്നത്. ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ രണ്ട് വാല്യൂസ് ചൂസ് ചെയ്യുന്നു, എക്സിന്റെ രണ്ട് വാല്യൂസ് എടുക്കുന്നു, എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും. എങ്ങനെയാണ് എടുക്കുന്നത്, എഫ് ഓഫ് എ എന്ന് പറയുന്നത് പോസിറ്റീവും എഫ് ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ആവുന്ന രീതി, അല്ലെങ്കിൽ രണ്ടും ഡിഫറെന്റ് സൈൻ ആവുന്ന രീതിയിൽ എടുക്കുന്നു. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യും, എഫ് ഓഫ് എയുടെ വാല്യൂ ഇതാണ്, എഫ് ഓഫ് എയുടെ വാല്യൂ ഇത്. അപ്പൊ എന്ത് ചെയ്യും, എഫ് ഓഫ് ബിയുടെ വാല്യൂ എന്താണ്, ഇവിടെയാണെങ്കിൽ എഫ് ഓഫ് ബി എന്ന് പറയുന്ന വാല്യൂ ഇവിടെയാണെങ്കിൽ ഇവർ തമ്മിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ എഫ് ഓഫ് എ എഫ് ഓഫ് ബിയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്ത് വരക്കുന്ന സമയത്തുള്ള ആ ടാൻജന്റ് എക്സ് ആക്സിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ആ വാല്യൂവിന്റെ ഫംഗ്ഷൻ വാല്യൂ നോക്കും. അപ്പൊ അതിന് എന്തുണ്ടാവും, എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുന്നുണ്ടാവും. അവിടെയും നമ്മൾ ഇതേ കാര്യം തന്നെയാണ് നോക്കുന്നത്. എന്താണ്, എ എഫ് ഓഫ് എ എഫ് ഓഫ് എക്സ് വൺ എഫ് ഓഫ് ബി ഉണ്ട്. ഇതിൽ ഡിഫറെന്റ് സൈന് വരുന്ന എന്ത് ചെയ്യും, രണ്ട് വാല്യൂസ് എടുത്തിട്ട് അത് തമ്മിൽ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടാൻജന്റ് എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു, അടുത്ത ഇറ്ററേഷൻ എടുക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യാണ്, ആ സീറോസിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നു, എക്സിന്റെ വാല്യൂസിനെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
കൊണ്ടുവരും. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് കോഡ് മെത്തേഡ് എന്നാണ് പറയുന്നത്. പിന്നെ ടൈലർ സീരീസ് മെത്തേഡ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ് ന്യൂമറിക്കൽ അനാലിസിസിൽ ടൈലർ സീരീസ് മെത്തേഡ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് ന്യൂമറിക്കൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈലർ സീരീസ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതൊരു ഓപ്ഷനിൽ വന്നതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള പല മെത്തേഡുകൾ നമ്മൾ പഠിക്കുന്നത്, ഒരുപാട് മെത്തേഡുകൾ പല യൂണിവേഴ്സിറ്റിയിൽ പല മെത്തേഡുകളായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ മെത്തേഡുകൾ ആ ഭാഗത്ത് വരുന്ന കാര്യങ്ങൾ ന്യൂമറിക്കൽ അനാലിസിസ് നിങ്ങൾ കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സ് ഇപ്പോൾ സിലബസ് എന്ന് പറയുന്നത് പലരും ചോദിക്കുന്നതാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഉണ്ടോന്ന്. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമുക്ക് കാണാൻ പറ്റില്ല. പ്രോസ്പെക്ടസിൽ കൊടുക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഓർ എന്താണ് സബ്സിഡറി മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ഡിഗ്രിക്ക് പഠിച്ചിരിക്കുന്ന കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സിന്റെ ഭാഗങ്ങളിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് ന്യൂമറിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഭാഗം കോംപ്ലിമെന്ററി മാത്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, തിയറി ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അങ്ങനെ ഒരു തിയറി ഭാഗത്തിൽ വരുന്ന ഒരു കാര്യമാണത്. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് വീഡിയോയിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയത്. ഈ രീതിയിലും എന്ത് ചെയ്യാറ് ചോദിക്കാറുണ്ട്. വെറും മുഴുവനായിട്ട് എന്തല്ല പ്രോബ്ലം മെത്തേഡിൽ മാത്രമല്ല ചോദിക്കുന്നത്, അവിടെയുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും എന്ത് വരുന്നുണ്ട്, ഇതേപോലെ വരുന്നുണ്ട്. അപ്പോൾ ചില മെത്തേഡുകൾക്കൊക്കെ എന്തുണ്ട്, പേരുകളുണ്ട്. ഒരുപാട് മെത്തേഡുകൾ നമ്മൾ ന്യൂമറിക്കൽ ഇതിൽ പഠിക്കുന്നുണ്ട്. പല യൂണിവേഴ്സിറ്റിയും പല രീതിയിലാണ് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ച ഭാഗങ്ങളിലെങ്കിലും മിനിമം എന്ത് ചെയ്യണം, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അവിടെ നമ്മൾ ന്യൂമറിക്കൽ ഇന്റഗ്രേഷൻ ആണെങ്കിൽ ട്രപ്പിസോയിഡൽ റൂള്, സിംപ്സൺ 1/3 റൂള്, സിംപ്സൺ 8/3 റൂളൊക്കെ പഠിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണെങ്കിൽ ടൈലർ സീരീസ് മെത്തേഡ് നമ്മൾ പഠിക്കുന്നുണ്ട്, പിക്കാർഡ്സ് മെത്തേഡ് പഠിക്കുന്നുണ്ട്, ഓയിലർ മെത്തേഡ് പഠിക്കുന്നുണ്ട്, ഓയിലർ മോഡിഫൈഡ് മെത്തേഡ് പഠിക്കുന്നുണ്ട്, റെഞ്ചുകുട്ട മെത്തേഡ് പഠിക്കുന്നുണ്ട്. ഇത്രയും മെത്തേഡുകളൊക്കെ പഠിക്കുന്നുണ്ട്. അതുപോലെയുള്ള മെത്തേഡുകൾക്കൊക്കെ ഇതുപോലത്തെ പേരുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പേരുകളൊക്കെ എന്ത് ചെയ്യാൻ നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളൊരു ഫംഗ്ഷനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്, PYQ 2024 തന്നെ ചോദിച്ചതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ BSc മാത്തമാറ്റിക്സ് ഒക്കെ പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും. പക്ഷേ അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ട്രീമിലുള്ള ആൾക്കാർ ക്വസ്റ്റ്യൻസ് പല സ്ട്രീമിലുള്ളവർ ഈ എൻട്രൻസ് എഴുതുന്നത് കൊണ്ട് അവരെയും കൂടി പരിഗണിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാണ്, ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, ഏത് ഫംഗ്ഷനാണ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മിനി to 1, on to 1, into എന്ന് പറയും. ഞാൻ ആ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ നമ്മളൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷന് ഇൻജക്റ്റീവ് ആണെന്ന് പറയുന്നത് 1 ഫംഗ്ഷനാണ് നമ്മൾ ഇൻജക്റ്റീവ് ആണെന്ന് പറയും. നമ്മൾ +2 പഠിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്. 1 ഫംഗ്ഷനാണ് നമ്മൾ എന്താ പറയാ ഇൻജക്റ്റീവ് ആണെന്ന് പറയും. ഇനി ഓൺ ടു ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ഓൺ ടു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ സർജക്റ്റീവ് എന്ന് പറയും. ഓക്കെ, ഓൺ ടു ഫംഗ്ഷൻ ആണെങ്കിൽ അതിനെ സർജക്റ്റീവ് എന്ന് പറയും. ഇനി ഒരു ഫംഗ്ഷൻ 1 ഓൺ ടു ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, ഇൻജക്റ്റീവും സർജക്റ്റീവും ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പോകുന്നത് മനസ്സിലാക്കാൻ വന്നത്. കുറച്ചധികം കാര്യങ്ങൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം വേറൊരു ഫംഗ്ഷനിലെ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തുന്നതിന് പകരം എന്ത് ചെയ്യാണ്, അവിടെ വരുന്ന കൺസെപ്റ്റും ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഫംഗ്ഷൻ 1 ആണെന്ന് പറയണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒരു ഫംഗ്ഷൻ പറയണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, ഒരു ഡൊമൈൻ ഉണ്ടാവും, ഒരു കോഡൊമൈൻ ഉണ്ടാവും. ഓക്കെ, ഒരു ഫംഗ്ഷൻ A എന്ന് പറയുന്ന ഒരു സെറ്റിൽ നിന്ന് B എന്ന് പറയുന്ന ഒരു സെറ്റിലേക്കാണ് ഫംഗ്ഷൻ എങ്കിൽ അതിന് ഈ A എന്ന് പറയുന്ന സെറ്റിൽ നമ്മൾ ഡൊമൈൻ എന്ന് പറയും, ഈ സെറ്റിൽ നമ്മൾ എന്ത് പറയും, ഫുൾ ആയിട്ട് കോഡൊമൈൻ എന്ന് പറയും. ഇനി ഇമേജ് ഉള്ള ആൾക്കാരാണ് നമ്മൾ, അതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് 1, 2, 3 എന്ന് പറയുന്ന 3 എലമെന്റ്സ് ആണുള്ളത്. ഇവിടെ എന്ത് ചെയ്യാണ്, A, B, C, D ഉണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഫംഗ്ഷൻ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇവിടെയുള്ള മുഴുവൻ ഫംഗ്ഷൻ ആവണമെങ്കിൽ ഇവിടെയുള്ള മുഴുവൻ ആൾക്കാർക്കും എന്തുണ്ടാവണം, ഈ സൈഡിൽ ഇമേജ് ഉണ്ടാവണം. ഒരാൾക്ക് 2 ഉണ്ടാവാൻ പാടില്ല. ഇതാണ് ഫംഗ്ഷൻ ആവാനുള്ള കണ്ടീഷൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ എടുത്തു. എങ്ങനെയാണുള്ളതെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താണ്, നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇത് ഫംഗ്ഷനായി. കാരണം ഇവിടെ ഇപ്പോൾ ഒരാൾക്ക് 2 വന്നാൽ എന്താവില്ല, ഇങ്ങനെ വന്നാൽ ഇത് എന്താവില്ല, ഫംഗ്ഷൻ ആവില്ല. കാരണം ഒരാൾക്ക് 2 ഇമേജ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വന്നാൽ ഫംഗ്ഷൻ ആവും. അപ്പോൾ ഫംഗ്ഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇത് ഫംഗ്ഷൻ ആയി കഴിഞ്ഞാൽ ഇത് 1 ആണോ ഓൺ ടു ആണോ നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ 1 ആണെന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഇമേജ് ഹാവ് ഡിഫറെന്റ് എലമെന്റ് ഹാസ് ഡിഫറെന്റ് ഇമേജ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തായിരിക്കണം, ഈ സൈഡിൽ ഡിഫറെന്റ് ഇമേജ് വരണം. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനെ 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 1 അല്ല. 1 അല്ലെങ്കിൽ നമ്മൾ അതിന് എന്താ പേര് പറയാ, മിനി 1 എന്നാണ് പറയുക. അതാണ് ഓപ്ഷൻ A ആയിട്ട് പേര് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താ, ഒരുപാട് ആൾക്കാർക്ക് മിനി ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മിനി 1 എന്ന് പറയുന്നത്, മിനി 2 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു, ഇമേജ് വരുന്നുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, അത് 1 അല്ല. ഈ 1 ആവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, 1 ആവാൻ ഇങ്ങനെ മിനിമം ഇങ്ങനെ ആയാൽ മതി. കാരണം എന്താ, ഡിഫറെന്റ് ആയിട്ടുള്ള ആൾ എടുക്കുമ്പോൾ അവരുടെ ഇമേജ് എന്താണ്, ഡിഫറെന്റ്. ഇങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ, 1 എന്ന് പറയാം. ഇനി നിങ്ങൾ നോക്കി, ഈ ഫംഗ്ഷന്റെ എന്ത് ചെയ്യുന്നുണ്ട്, എക്കും ബിക്കും ഡിക്കും മാത്രമേ പ്രീ ഇമേജ് ഉള്ളൂ. അതായത് ഇമേജ് ഉള്ള ആൾക്കാരുടെ കളക്ഷൻ, ആ ഇമേജ് വരുന്ന പ്രീ ഇമേജ് വരുന്ന ആൾക്കാരുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ ബി ആവുന്നില്ല. അവരെയാണ് നമ്മൾ എന്ത് പറയാ, അതായത് സെറ്റ് A, B, D എന്ന് പറയുന്നതാണ് എന്ത് പറയുക, ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്.
റേഞ്ച് എന്ന് പറയുന്നത് ബിക്ക് ഈക്വൽ അല്ല. റേഞ്ച് എപ്പോഴും എന്തായിരിക്കും, ഒന്നിക്കൽ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ഇവിടെയുള്ള ഈ കോഡൊമെയിൻ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റോ അല്ലെങ്കിൽ ഈക്വലോ ആയിട്ടാണ് എന്ത് വരിക. ഇവിടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇങ്ങനെ വന്നു. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് റേഞ്ചും ഡൊമെയിനും കോഡൊമെയിനും പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ എന്താണ്, ഒരു ഫംഗ്ഷനിൽ ഇതേപോലെ പ്രീ ഇമേജ് ഇല്ലാത്ത ആളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് റേഞ്ച് എന്ന് പറയുന്നത് എന്താണ് ഈ കോഡൊമെയിന്റെ സബ്സെറ്റ് ആയിട്ട് വരിക. അതായത് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മുഴുവൻ ആൾക്കും ഇവിടെയുള്ള മുഴുവൻ ആൾക്കാർക്കും പ്രീ ഇമേജ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷനെ നമ്മൾ എന്ത് പറയും, ഇൻടു ഫംഗ്ഷൻ പറയും. ഓക്കെ, അതായത് ഇങ്ങനെ ഓർത്താൽ മതി. അതിന്റെ എന്താണ് റേഞ്ച് ആ കോഡൊമെയിന്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങനെയുള്ളത് എന്താണ് ഈ മൂന്നാൾക്കാർ ഈ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, വന്ന് നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, ഇൻടു ഫംഗ്ഷൻ. ഇനി സപ്പോസ് ഈ ഡി സി ഇല്ല എന്ന് വിചാരിക്കാം. ഇപ്പൊ എങ്ങനെയുള്ളത്, ഇവിടെയുള്ള മുഴുവൻ ആൾക്കാർക്കും എന്തുണ്ട്, പ്രീ ഇമേജ്. അങ്ങനെ പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ റേഞ്ചും കോഡൊമെയിനും എന്താണ് ഈക്വൽ ആവുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിന് എന്താ പറയാ, ഓൺ ടു ഫംഗ്ഷൻ. അതിന്റെ ഒരു പേരുണ്ട് സർജക്റ്റീവ്. ഇനി 1 ആയിക്കഴിഞ്ഞാൽ അതിന് എന്താ പറയാ, ഇൻജക്റ്റീവ് ആണ്. ഇനി ഒരു ഫംഗ്ഷൻ 1 ഇപ്പൊ നിങ്ങൾ നോക്കി, ഇതെന്താണ് 1 ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിഫറെന്റ് ഇമേജ് ഉള്ളത്, ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും പ്രീ ഇമേജ് ഉണ്ട്. അപ്പൊ ഇതെന്താണ് 1 ആണ്, ഓൺ ടു ആണ്. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ നമ്മൾ എന്ത് പറയാറുണ്ട്, ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഫംഗ്ഷന്റെ കാര്യത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഞാനൊരു അഡീഷണൽ ഒരു നോളജും കൂടി ഇവിടെ ഞാൻ പറയുന്നത്. അപ്പൊ സാധാരണ ചോദിക്കാറുണ്ട് എക്സാമിന്, കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കുന്നുണ്ട്, ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് 1 ആണോ ഓൺ ടു ആണോ എന്ന് എന്ത് ചെയ്യാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഫംഗ്ഷൻ 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കണ്ടീഷൻ ഇങ്ങനെയാണ്. ഇഫ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എന്താണ്, എഫ് ഓഫ് എക്സ് ടു എന്ന് എടുത്തിട്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റണം, x1 ഈക്വൽ ടു x2 എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഫംഗ്ഷൻ 1 ആണ് അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ തരാം. എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഞാൻ എന്തായിരിക്കും, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഞാൻ 2x എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തു. അപ്പൊ അത് 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, 2x, അതായത് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x1 x2 എന്ന് വിചാരിക്കും. അപ്പൊ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഇവിടെ x നെ മാറ്റിയിട്ട് x1 കൊടുക്കും. അപ്പൊ 2x1 ഈക്വൽ ടു എന്ത് വരും, 2x2. ഇനി എന്ത് ചെയ്യുക, സാധാരണ മാത്തമാറ്റിക്കൽ ആൽജിബ്ര എന്താണ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉപയോഗിച്ചിട്ട് x1 ഈക്വൽ ടു x2 എന്ന് പ്രൂവ് ചെയ്യുക. അതായത് അതിന്റെ കൂടുതൽ നമ്പേഴ്സിനൊക്കെ എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് പറ്റും. ഡിവൈഡിങ് ബൈ എന്താണ് 2 ആണ്. കൂടെ എന്ത് കിട്ടും, x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോഴെന്താണ് ഫംഗ്ഷൻ എന്താണ് 1 ആണ്. ഇങ്ങനെ വരാം. ഇനി അതുപോലെ എന്ത് ചെയ്യുക, വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് വരാം, 3x പ്ലസ് 2 എന്ന് വരാം. ഈ ടൈപ്പ് വരാം. അങ്ങനെ വന്നാലും നമ്മൾ എന്താ ചെയ്യേണ്ടത്, എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. അപ്പൊ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്താ വരിക, 3x1 പ്ലസ് 2 എന്ന് വരും. ഇവിടെ എന്താ വരിക, 3x2 പ്ലസ് 2 എന്ന് വരും. ഓക്കെ, ഇനി എന്ത് എത്തിക്കണം, x1 ഈക്വൽ ടു x2 എത്തിക്കണം. അപ്പൊ നിങ്ങൾ വളരെ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എന്ത് ചെയ്യുന്നത്, 2 2 ഉണ്ട്. ഓക്കെ, അപ്പൊ ഈക്വൽ ടു രണ്ട് സൈഡ് ഒരേ സൈനുള്ള നമ്പർ ഉണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അപ്പൊ എന്ത് ചെയ്യുക, അടുത്ത സ്റ്റേജിൽ 3x1 ഈക്വൽ ടു 3x2. അപ്പൊ ഏത് സ്റ്റൈലായി, ഈ സ്റ്റൈലിലേക്ക് വന്നു. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, x1 ഈക്വൽ ടു x2 എന്ന്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധാരണ 1 ആണോ എന്ന് എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യാറുണ്ട്, ഓൺ ടു എന്ന് പറയാ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഓൺ ടു എങ്ങനെയാ ചെക്ക് ചെയ്യാൻ വേണ്ടി, ഇപ്പൊ ഒരു ഫംഗ്ഷൻ തന്നു വെച്ചു, y ഈക്വൽ ടു എന്താണ് 2x എന്ന് പറയുന്ന ഫംഗ്ഷൻ, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നു. ഇനി ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്ത് ചെയ്താൽ മതി, y ഈക്വൽ ടു 2x എന്ന് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, x ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഓൺ ടു ആണെന്ന് ഇപ്പൊ എഴുതാൻ പറ്റും. കാരണം എന്താ, x ഇസ് ഈക്വൽ ടു എന്ന് എഴുതണമെങ്കിൽ ഈ 2 ഈ സൈഡിൽ കൊണ്ടുവരാം. അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ വരുമ്പോൾ ഡിവൈഡ് ചെയ്ത് വരും. y ബൈ 2 ഈക്വൽ ടു എന്താണ്, x, ദാറ്റ് ഇസ് ഈക്വൽ ടു x ഇസ് ഈക്വൽ ടു എന്ത് വരും, y ബൈ 2 വരും. ഓക്കെ, ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് x ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്താണ് ഓൺ ടു ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ ഇൻവേഴ്സ് എഴുതാൻ പറ്റും. അപ്പൊ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, y ബൈ 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, x ബൈ 2 എന്ന് എഴുതാം. അതായത് എഫ് തന്നിട്ട് എഫ് ഇൻവേഴ്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ x ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കണ്ടെത്തുക. എന്നിട്ട് എന്ത് ചെയ്യാം, എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് ചെയ്യാം, x ബൈ 2 എന്നോ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എഫ് ഇൻവേഴ്സ് ഓഫ് y ആണ്, x അല്ല, y ഈക്വൽ ടു എന്ത് ചെയ്താൽ ഈ കിട്ടിയിരിക്കുന്ന ഈ സാധനം ഉണ്ടാവുമല്ലോ, ഇത് എക്സ്പ്രഷൻ ആയിട്ട് എഴുതിയാൽ മതി. അപ്പൊ ചിലപ്പോൾ ഓപ്ഷൻ y ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എഫ് ഇൻവേഴ്സ് ആക്കിയിട്ട് ഇവിടെ y മാറ്റിയിട്ട് എന്ത് ചെയ്യാം, x ബൈ 2 മാറ്റി. ഇത് പല രീതിയിലും ചോദിക്കാറുണ്ട്. ഇപ്പൊ 1 ഇങ്ങനെയൊക്കെ ചോദിക്കാം, എന്താണ് 1 ബൈ y എന്ന് ചോദിക്കാം. സോറി, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ y എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് 1 ബൈ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. അപ്പൊ അതിന്റെ എന്ത് ചെയ്യാണ്, ഇൻവേഴ്സ് അല്ലെ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, y ഈക്വൽ ടു എന്ത് ചെയ്യുക, 1 ബൈ എക്സ്. ഇനി എന്ത് ചെയ്യുക, എക്സ് ഇസ് ഈക്വൽ ടു എന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യും, റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, 1 ബൈ y ഈക്വൽ ടു എന്താണ് എക്സ്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യുന്നുണ്ട്, 1 ബൈ y എന്ന് പറയുന്നത് y നോട്ട് ഈക്വൽ ടു എന്തായിരിക്കും, ഇവിടെ അതുപോലെ തന്നെ ഉണ്ടാവും, എക്സ് നോട്ട് ഈക്വൽ ടു എന്താണ് 0 എന്ന്. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ട്. ഇത് ഓൺ ടു ആണ്. അപ്പൊ ഇത് ഇൻവേഴ്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എഫ് ഇൻവേഴ്സ് ഓഫ് y എന്ന് പറഞ്ഞാൽ എന്ത് വരും, 1 ബൈ y. ഓക്കെ, കൂടുതൽ ഈ ടൈപ്പ് ക്വസ്റ്റൻസ് നമുക്ക് വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഞാൻ ഈ ഒരു ഫംഗ്ഷന്റെ ഒരു കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ എന്ത് ചെയ്യണം, ആ കാര്യം കൂടി ഇവിടെ ചെക്ക് ചെയ്തതാണ്. നിങ്ങൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും.
ഓൺ ടു കൂടെ തന്നെ എന്ത് ചെയ്യുക ഇൻവേഴ്സ് കാണാനുള്ളതും ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഒന്നും ചോദിക്കൂല പല ക്വസ്റ്റ്യൻസിലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെറിയ കൺസെപ്റ്റ് അറിയാമെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ റിലേഷൻ പഠിക്കുന്നത് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പിക്ക് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങൾ നമുക്ക് തറവാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കുറച്ച് അത്യാവശ്യം ശ്രദ്ധിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. കോസ് ഇൻവേഴ്സ് എക്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആണ് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം കോസ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഇപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ് കോസ് എക്സ് ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് എവിടുന്ന് എവിടത്തേക്കാ പോകുന്നത് നമുക്ക് റിയൽ നമ്പറിൽ മുഴുവനായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. കാരണം എന്താ, റിയൽ നമ്പറിൽ ഏത് വാല്യൂ കൊടുത്താലും എന്തുണ്ട് കോസിന് ആൻസർ ഉണ്ട്. പക്ഷെ ആ ആൻസർ എന്ന് പറയുന്നത് ഏതിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക -1 1 ഇടയില. കാരണം നമുക്ക് ഗ്രാഫ് കാണാൻ പറ്റുന്നത് ഇവിടെ മാത്രമേ എന്തുള്ളൂ ഇതിന് ഇമേജ് ഉള്ളൂ. ഇതാണ് കോസ് എക്സിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് 0 എന്ന് തുടങ്ങും, 0 അതിന്റെ വാല്യൂ 1 ആണ്. π/2 ആകുമ്പോൾ കോസിന്റെ വാല്യൂ 0 ആണ്. π ആകുമ്പോൾ വീണ്ടും എന്താണ് -1 ആണ്. 3π/2 ആകുമ്പോൾ വീണ്ടും 0 ആണ്. 2π ആകുമ്പോൾ 1 ആയി. അങ്ങനെ ആ ഭാഗത്തേക്ക് പോകുന്നു. ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്താണ് -π/2 എന്ന് പറയുമ്പോൾ എന്താണ് 0 ആവും. പിന്നെ -π ആകുമ്പോൾ എന്തായി 1 ആയി. 3π/2 ആകുമ്പോൾ എന്തായി വീണ്ടും 0 ആയി. പിന്നെ എന്തായി 1 ആയി. ഇവിടെ -1 ഇവിടെ 1 ആയി. പിന്നെ അങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ് സൈൻ ഇൻവേഴ്സും ടാൻ ഇൻവേഴ്സും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ക്ലാസ്സിലായിട്ട് പറയാം. ഇവിടെ എന്താണ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ എന്താണ് എഫ് ഇൻവേഴ്സ് ആണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടുന്നാ തുടങ്ങുക -1 to 1 എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പറയുന്നത്. അപ്പൊ അത് എവിടത്തേക്കാ പറയേണ്ടത് നോക്കാം. അപ്പൊ ഇവിടെ ഒരു പ്രായോഗികമായിട്ട് ഒരു പ്രശ്നമുണ്ട്. ഈ ഫംഗ്ഷൻ എന്തല്ല 1 അല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാ. ഇവിടെ 1 ആൻസർ വരുന്ന 2 വാല്യൂസ് ഉണ്ട്. 0 കൊടുക്കുമ്പോഴും അതുപോലെ എന്താണ് π കൊടുക്കുമ്പോഴും എന്താണ് 2π കൊടുക്കുമ്പോഴും 1 ആണ്. അതുപോലെ എന്ത് വരുന്നുണ്ട് π/2 കൊടുക്കുമ്പോഴും 3π/2 കൊടുക്കുമ്പോഴും എന്താണ് ആൻസർ. ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഡൊമൈൻ എടുക്കുന്നത്. വെറുതെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് π/2 3π/2 നമ്മൾ ഫംഗ്ഷൻ വാല്യൂ ആയിട്ട് കൊടുക്കുമ്പോൾ ഡൊമൈനിൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇമേജ് ആയിട്ട് മറ്റൊരു വാല്യൂയിലേക്കാണ് പോകുന്നത്. എവിടത്തേക്കാ പോകുന്നത് 0 എന്ന് പറയുന്നതിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇതെന്തല്ല 1 അല്ല. അപ്പൊ നമുക്ക് എന്ത് വേണം 1 ഓൺ ടു ആയ ബൈജക്റ്റീവ് ഫംഗ്ഷന് മാത്രമേ എന്ത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ അതിന്റെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. അത് നമ്മുടെ ഫംഗ്ഷന്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാണ് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം എന്ത് ചെയ്യുന്നു ഈ ഫംഗ്ഷന്റെ ഒരു പർട്ടിക്കുലർ റീജിയൻ ഫംഗ്ഷൻ 1 ആവുന്ന സ്ഥലം നമ്മൾ എന്ത് ചെയ്യുന്നു ചൂസ് ചെയ്യും. ആ സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യും ഫംഗ്ഷൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാണ് സാധാരണ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷനിൽ ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ ഫംഗ്ഷൻ 1 ആവുന്ന സ്ഥലം ഒന്ന് നോക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് തുടങ്ങി, ഇവിടെ 0 എന്ന് തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും 0 ന്ന് π/2 വരെ വരുന്ന സമയത്ത് 1 എന്നാണ് തുടങ്ങുന്നത്. ഇവിടെ 0 കൊടുക്കുന്ന സമയത്ത് 1 തുടങ്ങിയിട്ട് എന്ത് ചെയ്തു ഫംഗ്ഷൻ വാല്യൂ കുറഞ്ഞു വന്നിട്ട് എന്ത് ചെയ്തു 0ലേക്ക് വന്നു. 0 ന്ന് പിന്നെ എന്ത് ചെയ്തു കുറഞ്ഞു വന്നിട്ട് എവിടത്തേക്ക് വന്നു -1ലേക്ക് വന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു ഇവിടെ റിപ്പീറ്റേഷൻ വന്നു. എന്താണ് -1 എന്ന് പറഞ്ഞ് 0ലേക്ക് പോകുന്നത്. ഈ ഭാഗമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് റിപ്പീറ്റ്. അപ്പൊ നമ്മൾ ഈ ഫംഗ്ഷനെ ഈ ഒരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് അവിടെ എല്ലാം എന്ത് ചെയ്യാണ് ഒരാൾക്ക് പോലും എന്തില്ല ഇവിടുന്ന് ഇവിടം വരെ പോകുന്ന സമയത്ത് ഒരാൾക്ക് പോലും എന്തില്ല 2 വാല്യൂസ് ആൻസർ. പക്ഷെ നിങ്ങൾ ഇങ്ങനെ നോക്കി ഇപ്പൊ ഇവിടുന്ന് ഇവിടം വരെ 2π വരെ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് 2π വരെ നോക്കുന്ന സമയത്ത് ഈ 2 ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരേ ഫംഗ്ഷൻ വാല്യൂ ആണ് വരുന്നത്. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെയുള്ള ആൾക്ക് 2 പേർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരേ ഫംഗ്ഷൻ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ ആ ഭാഗങ്ങൾ ഫുൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഇൻവേഴ്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ കട്ട് ചെയ്തു. ഇവിടുന്ന് വരെയാണ് 0 to എന്ത് ചെയ്യാണ് π വരെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫംഗ്ഷൻ എന്താണ് 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 0 to ഇവിടത്തേക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്ത് അവിടെ എന്താ വരുന്നത് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 to -1 അല്ലെങ്കിൽ -1 to 1 വരെ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ കവർ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാം -1 to 1 തൊട്ടിട്ട് നമുക്ക് ഇവിടെ വരെ പറയാം 0 to π വരെ എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു ഇൻവേഴ്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ ഫുൾ ആറ് ചെയ്യാൻ പറ്റില്ല. മെയിൻ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഈ ഫംഗ്ഷൻ അല്ലാത്ത. അപ്പൊ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇവിടെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം എന്ത് ചെയ്യാ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ ആദ്യം എന്ത് ചെയ്യാ കോസ് ഫംഗ്ഷന്റെ എന്ത് ചെയ്യാണ് 1 ആവുന്ന റീജിയൻ ഡിഫൈൻ. ആ റീജിയൻ ആണ് എന്ത് 0 to π വരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ് 1 ആണ്.
0 to പൈ വരെ എടുക്കുകയാണെങ്കിൽ ഫുൾ റിയൽ നമ്പർ അല്ല, ഫുൾ ആർ അല്ല, ഇവിടെ എടുക്കുകയാണെങ്കിൽ എന്താ 1 ആണ്. അതേപോലെ നിങ്ങൾക്ക് എന്തെടുക്കാം, പൈ തൊട്ടിട്ട് എന്തെടുക്കാൻ പറ്റും, 2 പൈ വരെയുള്ള ഈ ഇന്റർവൽ എടുത്തു കഴിഞ്ഞാലും ഫംഗ്ഷൻ എന്താണ് 1 ആണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, 2 പൈ തൊട്ടിട്ട് എന്ത് ചെയ്യാണ് 3 പൈ വരെയുള്ള ഈ ഭാഗം എടുത്തു കഴിഞ്ഞാൽ, പൈ റീജിയൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് അത് 1 ആണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെടുക്കാം, ഇവിടെ നിന്ന് എന്തെടുക്കാൻ പറ്റും, ഇവിടം വരെ എടുക്കാം. മൈനസ് പൈ തൊട്ടിട്ട് എന്ത് ചെയ്യുക 0 വരെ എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്താണ് 1 ആണ്. അപ്പൊ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷൻ ചില കുറച്ച് ഭാഗങ്ങൾ എന്താണ് ഫംഗ്ഷൻ 1 ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, എഫിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ് പൈ ടു എന്ത് ചെയ്യാണ് 2 പൈ വരെ ഡിഫൈൻ ചെയ്യുക. അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക ഡിഫൈൻ ചെയ്ത് 1 പോർഷൻ എടുക്കുക. ആ ഭാഗത്ത് നിന്ന് എവിടെ നിന്ന് നമ്മൾ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എവിടെ നിന്ന് എടുത്തേക്കാ വരിക, ക്ലോസ്ഡ് -1 to 1 എന്ത് ചെയ്യാണ് 0 to പൈ പറയാ. അതുപോലെ എന്ത് പറയാ, വേണമെങ്കിൽ എന്ത് ചെയ്യാം എഫ് ഇൻവേഴ്സ് കോസ് ഇൻവേഴ്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെ നിന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും, തൊട്ടിട്ട് -1 to 1 എന്ത് ചെയ്യാണ് പൈ ടു എന്ത് ചെയ്യാണ് 2 പൈ വരെ എന്ത് ചെയ്യാൻ ഡിഫൈൻ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും ഡിഫൈൻ ചെയ്യാം. അപ്പൊ കുറെ സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കുറെ റീജിയനിൽ ഫംഗ്ഷൻ 1 ആവുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. അവിടെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെയൊക്കെ അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർ ഡീൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ് ഇത് കൺഫ്യൂഷൻസ് വരും. കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്ന പല സ്ഥലങ്ങളിൽ പറയുമ്പോൾ എന്ത് ചെയ്യാം മാച്ച് ആവാത്ത പ്രശ്നം വരുമ്പോൾ നമ്മൾ അവിടെ ഒരു പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഒരു സ്ഥലം, അതായത് എല്ലാവരും ഒരുപോലെ ഉപയോഗിക്കേണ്ട സ്ഥലം, കോസ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എടുക്കേണ്ട സ്ഥലമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അതിന് നമ്മൾ സാധാരണ എവിടെ എടുക്കാറ്, ഈ ഒരു പോർഷനാണ് എന്ത് ചെയ്യാറ്, അതായത് 0 to പൈ വരെയുള്ള ആ ഭാഗത്തുള്ള 1 പോർഷൻ എടുക്കും. ആദ്യം എന്ത് ചെയ്യുക, കോസ് എന്ന് പറയുന്ന റിയൽ നമ്പറിൽ മുഴുവനായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ അവിടത്തേക്ക് ചുരുക്കി ഡിഫൈൻ ചെയ്യും. 0 to പൈയിലേക്ക് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാണ് അതിന്റെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ വരുന്നത്, ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈനിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് കാണാൻ പറ്റും, ടാനിൻ്റെത് കാണാൻ പറ്റും, സീക്കിൻ്റെത്, കൊസീക്കിൻ്റെത്, കോട്ടിൻ്റെത് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, എല്ലാത്തിനും ഇൻവേഴ്സിന്റെ ആ ഫംഗ്ഷന്റെ അല്ല അതിന്റെ എല്ലാം ഇൻവേഴ്സിന്റെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. +2 ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടേബിൾ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് കണ്ണോടിക്കണം. കാരണം ആ ഭാഗങ്ങളിൽ ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എഴുതണമെങ്കിൽ ഈ കാര്യം എന്ത് ചെയ്യണം അറിയണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്ത് പറഞ്ഞത്, എന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എങ്ങനെയാണ് കാണുക എന്നുള്ളത് പറഞ്ഞത്. പക്ഷെ നമുക്ക് അങ്ങനെ ഫുൾ ആയിട്ട് കാണാൻ അറിയണം, ആൻസർ മാത്രം അറിഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫ് അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഇത് എന്ത് ചെയ്യാൻ വരച്ചിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആ വീഡിയോയിൽ ആയിട്ട് വരുന്ന കൺസെപ്റ്റുകൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഭാഗങ്ങൾ പറയുന്നുണ്ട്. ആ ഭാഗങ്ങളും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കവർ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിന്റെ തൊട്ട് മുന്നിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇതുപോലുള്ള ആ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ ഒരു എന്താണ് നോളജ് ലെവൽ കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏത് ഭാഗത്ത് നിന്ന് വന്നാലും ആൻസർ ചെയ്താൽ മതി. ഓക്കെ.